നമസ്കാരം. ബോച്ചെ ഇന്നലത്തോടു കൂടിയിട്ട് വീട്ടിലെത്തി. വീട്ടിൽ ഫാമിലിയോടുകൂടി ഇപ്പോൾ അദ്ദേഹം കഴിയുകയാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ എന്തെല്ലാം കോലാഹലമായിരുന്നു. ഹൈക്കോടതി ഇടപെടുന്നു, വന്നപ്പോഴേക്ക് ബോച്ചെ ഇറങ്ങി ജയിലിൽ നിന്ന് ഓടുന്നു, കാറിൽ യാത്ര ചെയ്ത് തൃശ്ശൂരിലെത്തുന്നു, അവിടെ പത്രക്കാരെ കാണുന്നു. അതിനു മുമ്പ് ഹൈക്കോടതി അഡ്വക്കേറ്റ്മാരെ വിളിപ്പിക്കുന്നു, അഡ്വക്കേറ്റ്മാർ ക്ഷമാപണം പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു ഇന്ന് രാവിലെയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 നിന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള ബോണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ജാമ്യം എടുത്ത് അദ്ദേഹത്തിന് കോടതിയിൽ ജയിലിൽ രേഖ എത്തിച്ച് അതുകൊണ്ടാണ് ഡിലേ വന്നതെന്ന് പറയുന്നു. എന്നാൽ അത് പൊളിച്ചുകൊണ്ട് ബോച്ചെ രംഗത്ത് വരുന്നു. അതായത് ജയിലിലെ തടവുകാർക്ക് വേണ്ടി 10-22 തടവുകാർക്ക് വേണ്ടിയിട്ട് 5000 മുതൽ 10000 വരെ കൊടുത്താൽ ഇറങ്ങാവുന്ന കുറേ ആൾക്കാരുണ്ട്. കടകളിൽ പോലും പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിച്ചതിന് ജയിലായ ആൾക്കാരാണ്. അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ പണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനം നടക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം മുഴുവൻ പറയുന്ന ബോച്ചയുടെ ഈ വാർത്തയുടെ പിന്നിലായിരുന്നു. ബോച്ചയുടെ കുന്നിക്ക് പിടിച്ച് ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും അഭ്യാസമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് വളരെ ഇതുണ്ടാക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി ചില ഗുണ്ടാ മാഫിയകൾ അവിടെ ഇറങ്ങി അവിടെ പടക്കം പൊട്ടിക്കാൻ പോകുന്നു, പോലീസ് ഓട്ടിക്കുന്നു. അങ്ങനെ മുഴുനീള സിനിമയെ പോലെ സസ്പെൻസ് ത്രില്ലർ പോലെയുള്ള രംഗങ്ങളായിരുന്നു കണ്ടത്. എന്നാൽ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഹണി റോസ് മുമ്പ് കണ്ണൂർ ആലക്കോട് വെച്ച് ബോച്ചെ അവരെ ലൈംഗികാതിക്രമം കാണിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് ആ വീഡിയോ കണ്ടാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മാത്രമല്ല ലൈംഗികാതിക്രമം കാണിച്ചു എന്ന് പറയുന്ന ഒരു വട്ടം ചുറ്റിക്കലുണ്ട്, നമുക്കൊന്ന് കാണാതെ. വട്ടം ചുറ്റിക്കലിൻ്റെ ഭാഗത്ത് എന്താ നടക്കുന്നത് അറിയാമോ? അവർ പൊട്ടിച്ചിറിച്ചുകൊണ്ടാണ് ആ വട്ടം ചുറ്റിക്കൽ നടത്തുന്നത്. അവരെ എല്ലാ ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾക്കൊക്കെ വന്നിട്ടുള്ള ഇതേപോലെ ഫംഗ്ഷന് വന്നിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം ഇതേപോലെ വട്ടം ചുറ്റിക്കലുണ്ട്. ആ വട്ടം ചുറ്റിക്കൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് തന്ത്രമാണ്. ഇവിടെ ആ മാർക്കറ്റ് തന്ത്രം അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് കാണിച്ചു. മുമ്പ് കൈ ചുറ്റിയപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടായിരുന്നെങ്കിൽ പിന്നെ പുതിയ പരിപാടിക്ക് വരില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വന്നു അവർ വട്ടം ചുറ്റിയപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നമില്ലാത്ത ആൾ ഒരു കാര്യം പറഞ്ഞു, അതൊന്ന് കേൾക്കണം. അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. 20 വർഷമായിട്ട് ഞാൻ ബോച്ചയുമായി അടുത്ത ബന്ധമാണ്. അദ്ദേഹം മഹാമനസ്കനാണ്, അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്, അതോടൊപ്പം അദ്ദേഹം ബിസിനസ് ടൈക്കൂണാണ്. അതും കൂടി കേൾക്കാം. പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി. അതുമാത്രമല്ല ഇപ്പൊ വയനാടിന് വേണ്ടി വലിയൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. അതായത് ഈ പറയുന്ന ആലക്കോട് വെച്ചിട്ട് യാതൊരു സംഭവം നടന്നില്ല. മാത്രം 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കാര്യമുണ്ടായത്. എന്താണ് 5 മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ കാരണം? ഈ പെൺബുദ്ധി എന്ന് പറഞ്ഞാൽ പ്രതികാരത്തിന്, പെണ്ണ് എന്ന് പറഞ്ഞാൽ പ്രതികാരത്തിൻ്റെ പ്രതീകമാണ്. താൻ ഏറ്റവും അടുപ്പമുള്ള മറ്റൊരു പെണ്ണ് അടുത്ത ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയുണ്ട്. ആ വൈരാഗ്യമാണ് ആക്ച്വലി ഈ പറയുന്ന ഹണി റോസിനെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒരു നഗ്നീയ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സിനിമയിൽ കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരാറുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യാറേയില്ല. എന്നാൽ ഹണി റോസ് ഇവിടെ ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഈ വൈരാഗ്യ ബുദ്ധിയുണ്ട്. ഏതറ്റം വരെ പോയിട്ട് നമ്മുടെ ബോച്ചയെ നശിപ്പിച്ച് കളയണം എന്നുള്ള തീരുമാനത്തോടെ ഇറക്കിയതിൻ്റെ പിന്നിൽ എന്താ പറയുക, സേതാ മേനോനാണ് തൃപ്പയാറിൽ പോയത്. തൃപ്പയാർ പോയപ്പോൾ പറഞ്ഞതെന്താ പറയുക, ഐ ലവ് യു ബോച്ചെ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ജെന്യൂനായ ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയൊരു കാച്ചാണ് ശരിക്കും ഹൃദയം തകർത്തത് ഹണി റോസിൻ്റെ. യഥാർത്ഥത്തിൽ ഈ കേസ് ഫയൽ ചെയ്യാൻ കാരണം ആരാണെന്നറിയാമോ? സേതാ മേനോനാണ്. സേതാ മേനോൻ തൃപ്പയാറിൽ വെച്ച് നടന്ന രംഗങ്ങളൊന്ന് കണ്ടു നോക്കൂ.
അപ്പൊ ഞാൻ പോട്ടെ. നഷ്ടം തന്നെയാണ് മുതലാക്കിക്കോളാം. ഐ ലവ് യു ബോച്ചെ. കണ്ടല്ലോ, യഥാർത്ഥത്തിൽ ശ്വേതാ മേനോൻ ബോച്ചയോട് ഐ ലവ് യു പറഞ്ഞപ്പോൾ, വളരെ പ്രണയം പറഞ്ഞപ്പോൾ ഹൃദയം തകർന്നു പോയത് ആർക്കാണ്? നമ്മുടെ ഹണി റോസിനാണ്. അതിൻ്റെ വൈരാഗ്യമാണ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തത്, അറസ്റ്റ് ചെയ്യിച്ചത്. അതിന് പിണറായി വിജയൻ്റെ ഉണ്ടല്ലോ, കൂട്ടുണ്ടാവാൻ കാരണം, അതിനുള്ള കാരണമുണ്ട്. അത് വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഹണി റോസിന് ഇത്ര വൈരാഗ്യം ഉണ്ടാവാൻ കാരണം ശ്വേതാ മേനോനാണ്. ആ രഹസ്യമാണ് ക്രൈം പൊട്ടിച്ചത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. അതുവരെ നന്ദി, നമസ്കാരം.